ഹലോ ഗായ്സ്, ഇന്ന് എൻ്റെ ഒരു ഡെയിലി റൂട്ടീനാണ് കേട്ടോ. അവർ രാവിലെ തന്നെ ഇവിടെ എന്നെ കെട്ടിയിട്ടേക്കുവാണ്. എന്നെ അയച്ചു കൊടുത്തിരുന്നറിയാം. എന്നാൽ ഞാൻ രാവിലെ എഴുന്നേറ്റ് എല്ലാവരും എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും മാമാന്ന് നോക്കി അവരുടെ മുന്തിക്കൊക്കെ കരയും. മ്യാവും മ്യാവും എന്ന് പറയും. പക്ഷെ ഇവർക്കെന്നെ ഭാഷ മനസ്സിലാകത്തില്ല. നല്ല വിശപ്പുണ്ട് എനിക്കില്ല. ഇവരെനിക്ക് തരുന്ന എല്ലാ ദിവസവും ഈ ഫുഡ് തന്നെ. ബോറിംഗ് ആയത്. ബിസ്ക്കറ്റ് എനിക്കിഷ്ടമേ അല്ല ഇത്. ഞാൻ വിചാരിച്ച ഗ്രേവിയാണ് ഇവൾ നീട്ടിയപ്പോൾ. ഇത് ബിസ്ക്കറ്റായിരുന്നു. ഞാൻ മണപ്പിച്ച് നോക്കിയിട്ട് ഞാനങ്ങ് പോകാൻ പറ്റി. എൻ്റെ ഗ്രേവി തന്നെ വേണം. ഇവളാണെങ്കിൽ ഗ്രേവി എടുത്തത് ഇവക്കൊരു മടി. ഞാൻ വിട്ടുകൊടുക്കോ? ഞാനിതൊന്നും കഴിച്ചില്ല. ഞാൻ മണപ്പിച്ചു, ഞാൻ തിരിച്ചു പോയി. അവളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് കഴിക്കുന്ന പോലെയൊക്കെ കാണിച്ചെങ്കിലും ഞാൻ കഴിച്ചൊന്നുമില്ല കേട്ടോ. ഞാൻ മണപ്പിച്ചതേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും ഞാൻ മണപ്പിച്ചിട്ടുണ്ട് മാറി. പിന്നെ അവൾ പിന്നെ മോളൊന്ന് വെച്ചു വന്ന് വിളിച്ചു. ഞാൻ കഴിച്ചൊന്നുമില്ല. ഗ്രേവി തന്നെ വേണം എനിക്ക്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ പാത്രത്തിൽ ഗ്രേവി ഇരിക്കുന്നത്. വേഗം ഞാൻ തിന്നു. എന്നിട്ട് ഞാൻ ഒരു ഉച്ചയ്ക്ക് ആയപ്പോഴത്തേക്ക് നല്ല ഉറക്കം പാസ്സാക്കി. ഉറക്കം എനിക്ക് ബെസ്റ്റാണ്. ഞാനും ഉറങ്ങിയില്ലെങ്കിൽ എനിക്ക് വളർച്ച ഉണ്ടാകത്തില്ല. അതുകൊണ്ട് നല്ലോണം ഞാൻ ഉറങ്ങും. മമ്മേനോട് പറയും പോയി കിടന്ന് പറഞ്ഞിക്കോ, ഉച്ചയാകുമ്പോഴത്തേക്കും തന്നെ അഴിച്ചുവിടാം. അതുകൊണ്ട് ഞാൻ വേഗം പോയി കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പം ഞാൻ ഉറങ്ങി വന്നിട്ട് എല്ലാവർക്കും കാണാൻ പറ്റും. ഞാനറിയാൻ കണ്ടാലേ അറിയാം ഒരു സ്റ്റൈലുണ്ടെന്ന്. ആരും എന്നെ നോക്കി കൊതിക്കരുത്. എന്നെ പോലെ പൂച്ചയ്ക്ക് തന്നെ കൊള്ളാറുണ്ട്. പക്ഷെ എനിക്ക് ഒരു പണിയെടുക്കണേ ചുമ്മാണോ. ഒരു ഉച്ചയ്ക്ക് ആയപ്പോഴത്തേക്കും മമ്മി എനിക്ക് ചിക്കൻ വേവിച്ചതും ബിസ്ക്കറ്റും കൊണ്ടുവന്നു. ബിസ്ക്കറ്റ് പിന്നെ എപ്പോഴും ഉള്ളതായത്. ചിക്കൻ ഒന്ന് സ്പെഷ്യൽ ആയതുകൊണ്ട് ഞാൻ കഴിച്ചു. കുറച്ചൊക്കെ കഴിച്ചു. പിന്നെ അത് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഇവളെന്നെ അയച്ചു വിട്ടു. ഇവളാണെങ്കിൽ ഒരു പൊട്ടിയാ. അയച്ചു വിട്ടതാണെങ്കിലും എൻ്റെ കഴുത്തി കിടക്കുന്ന ബെൽറ്റ് അതെൻ്റെ ചേട്ടൻ വാങ്ങിച്ചിരുന്ന മണി. ഇവിടെ കയറയിച്ചില്ല. ഇവിടെ കുറെ കഴിയുമ്പോഴത്തേക്കും കയറൊക്കെ അഴിച്ചു. ഞാൻ വേഗം ഓടി പോയി. മമ്മി ഇന്ന് എന്തോ ഒരു പുതിയ ചെടിയെ കടകൊണ്ടെന്ന് വെക്കുന്നുണ്ട്. അതൊന്ന് മറപ്പിച്ച് കടിച്ചു പറിക്കാന്ന് വിചാരിച്ചു. പൂവൊക്കെ വിരിഞ്ഞ് നിൽപ്പുണ്ട്. കൊള്ളാന്ന് തോന്നുന്ന പൂവൊക്കെ. പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നല്ലവണ്ണം അടിക്കുന്നുണ്ട് അപ്പുറത്തെ സ്ഥലത്തേക്ക്. ഇവിടെ നല്ല ഭംഗിയായിട്ടോ ഞാൻ താമസിക്കുന്ന സ്ഥലമൊക്കെ ഞാൻ നോക്കി ഇരിപ്പുണ്ടായിരുന്നു. നല്ല സുന്ദരമായ ചെടികളൊക്കെയുള്ള സ്ഥലമാണ്. ആരാണ് അവിടെ നോക്കട്ടെ. അങ്ങനെ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ അങ്ങോട്ട് അർമാദിക്കാൻ തുടങ്ങി. കളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവരെന്നെ അടുത്തേക്ക് വരും. ഞാൻ ഒറ്റ അപ്പോൾ അവിടെയും വരും. അപ്പം ഞാൻ വിടുവോ? ഞാൻ അവിടെയൊക്കെ മാറി പറിക്കും ദേഷ്യം കൊണ്ട്. പിന്നെ ഓടും റൂമിലേക്ക് ഓടിയിട്ട്